എല്ലാവർക്കും നമസ്കാരം. ഈ തോരൻ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ? കാണാം. ഇന്നൊരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാം. കണ്ടോ, ഇത് ചേനയില്ല, ചേനയുടെ ഒരു തണ്ട് ഞാൻ മുറിച്ചെടുത്തോണ്ട് വന്നു. ഇത് തോരൻ വെക്കാം. കഴുകി അരിഞ്ഞെടുക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ചേനയില്ല തോരൻ ഞാൻ അരിഞ്ഞ് തീരാറായി. ഇത് ചൊറിയത്തൊന്നുമില്ല കേട്ടോ, ആരും പേടിക്കണ്ട. ചേന വിടർന്നു വന്നപ്പോൾ ഞാൻ എടുത്തു. അധികം വിടരുന്നതിന് മുമ്പ് എടുക്കുന്നതാണ് നല്ലത്. ഇത് ഇച്ചിരി വിടർന്നു പോയി, അപ്പം ഞാൻ ഒരെണ്ണം മുറിച്ചെടുത്തു. ഈ മഴക്കാലത്ത് ഇലക്കറി എല്ലാം ഉപയോഗിക്കണം. ഇനിയും ഇടവം തീരാറായി. ഇടവം, മിഥുനം, കർക്കിടകം, ഈ 3 മാസം നമ്മുടെ പരിസരത്തുള്ള ഇലക്കറികളൊക്കെ എല്ലാം ഉപയോഗിക്കണം. കഴിവതും എല്ലാവരും ഇത് യൂസ് ചെയ്യുക. അപ്പം ഞാനത് അരിഞ്ഞെടുത്തു. ഇനിയും അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ 1 മുറി തേങ്ങ, കുറച്ച് കാന്താരിമുളക്, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. ഇനി ചേനയില അരിഞ്ഞതങ്ങിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെക്കാം. ഒരാവി വരട്ടെ, അതിന് ശേഷം അരപ്പിടാം. മൂടി വെക്കാം. ഇനി തേങ്ങ ഒതുക്കിയതങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. തോരനിവിടെ റെഡിയായി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചൊറിയത്തൊന്നുമില്ല കേട്ടോ, എല്ലാവരും ഇത് ചൊറിയൊന്ന് പേടിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ തോരൻ വെച്ച് കൊടുക്കണേ. 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റുമായിരിക്കും. അവർ കഴിച്ചോളും ചെയ്യും. അടിപൊളി സ്പെഷ്യൽ ചേനയിലത്തോരനിവിടെ റെഡിയായി. തീ ഓഫാക്കിയേക്കാം, തണുക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ, പുതിയ അധ്യയന വർഷം തുടങ്ങി. എല്ലാ കുട്ടികൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. ഇത് ചോറിനൊപ്പം എടുക്കാം.
ചേനയുള്ളവർ ഇല ഇതുപോലെ വിടരുന്നതിന് മുമ്പ് കണ്ടിച്ച് തോരൻ വെക്കണം. ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തിടെ കാണാം. ബൈ.